படம் பார்த்த எல்லாரும் சத்தம் போச்சு. என்னடா படம் பண்ணி வச்சிருக்கேடா ஆர் பாலாஜி, என்ன மாதிரி அபராதம், வேண்டாம் வேண்டாம் இவனை விட்டு களி, என்ன மாதிரி அபராதம், ஏன் தமிழ் இனிய மக்களோடு என் மலையாளி மக்களோடு இந்த പടം பார்க்க കൂടാது? നിനക്ക് ഇതിന് മാസക്കൂലിയ ദിവസക്കൂലിയ മനസ്സിലായില്ല. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കെആർപി, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. ഇന്നലേക്കേ ഇത് கேன்சல் பண்ணி ரீஃபண்ட் கிடைச்சவங்க எல்லாம் புண்ணியம் செய்தவங்க. அந்த கேன்சல் கிடைச்ச அமௌண்ட் வச்சு நீங்க பிரியாணி சாப்பிடுங்க. ദാസാ ഈ ചെക്കന്റെ സംസാരം എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ஏய் சூர்யா, இதுக்கும் நல்லா நீங்க ரீல்ஸ் பண்ணலாம். അണ്ണാവെ പറ്റി പറഞ്ഞ അടിച്ച് നിന്റെ 32 പല്ലും കളഞ്ഞു കൊന്ന് കായൽ താഴ്ത്തും. என்ன மாதிரி படத்துல போய் அபிநயிச்சிட்டு இருக்குதா, நடிச்சிட்டு இருக்குதா சூர்யா ஃபேன்ஸ், டியர் சூர்யா ஃபேன்ஸ், கொஞ்சம் லெட்டராவது போட்டு சொல்லுங்க சூர்யா கிட்ட, இந்த மாதிரி அபராதங்களை போய் பண்ணக்கூடாது. എന്ത് ഭ്രാന്താണ് ഇയാൾ പറയുന്നത്? ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. സൂര്യ ഒരു പടത്തില് കമ്മിറ്റ് ചെയ്യുമ്പോ അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് കഥ കേൾക്കാറില്ലേടി? അതോ വള്ളയും പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് 4 സീനും പറഞ്ഞു കൊടുത്ത് ഇത് മാസാവും അല്ലെങ്കിൽ ഇതിൽ നാഷണൽ അവാർഡ് കിട്ടുന്ന പറഞ്ഞാൽ കയറി അഭിനയിക്കൂ? ഇയാൾ പോയില്ലേ? ഇയാൾ ആരാ? നല്ല വിവരമുണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു വിഡ്ഢി. ആർ ബാലാജീനെ കൊണ്ട് എൻ്റെ പൊന്നെ, RJ ബാലാജി, ഞാൻ RJ പറഞ്ഞില്ല എന്ന് പറഞ്ഞു വരില്ലേ, എൻ്റെ പൊന്നളിയാ, ഈ വൃത്തികെട്ടവനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഫസ്റ്റ് ഹാഫ് മൊത്തം. എന്തേ തല്ലേരെന്ന് വാങ്ങുവല്ലടാ പട്ടി. സൂര്യ വന്നു പോണൊക്കെ ഗ്രാഫിക്സിൽ ഞാൻ വിചാരിച്ചു സൂര്യനടാ കൊടുന്ന് വെച്ചേന്ന്. അങ്ങനെ സൂര്യൻ ഇട്ട് ചുവന്നും കറുപ്പുമായിട്ട് കുതിരപ്പുറത്ത് വന്ന് സൂര്യ ഇങ്ങനെ വരുന്നു ദൈവമാവണു, സൂര്യ വരുന്നു ദൈവമാവണു. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. Where is the king? ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? The great അലിബായ്. Ladies and gentlemen, Surya is back. എനിക്കാണ് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കാണുന്നത്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. അത് കയ്യിലിരിപ്പിന്റെയാ. അതെ, കയ്യിലിരിപ്പിന്റെ. കുറെ നാളായി ഞാൻ പറയാം, പുള്ളിക്ക് ആകെ കിട്ടിയ ഒരു ഹിറ്റ് എന്ന് പറയുന്നത് ആ OTTയിൽ ഇറങ്ങിയ 2 പടങ്ങളാണ്, ജയ് ഭീമും സൂറ റിപ്പോർട്ടറും. അതിനുശേഷം അല്ലെങ്കിൽ അതിന് കുറച്ച് നാൾ മുന്നേ ഈ തിയേറ്ററിൽ പുള്ളിയുടെ ഒരു പടം ഇതുവരെ നമുക്ക് ഈ ഒരു സിനിമ തന്ന എക്സ്പീരിയൻസ് കിട്ടിയിട്ട് കുറെ നാളായി. നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. ഇതിൽ സൂര്യയെ ഒരു പ്രസന്റ് ചെയ്തേക്കുന്നത് ഒരു രക്ഷയില്ല. പുള്ളിയുടെ ഓറയും സ്ക്രീൻ പ്രസൻസ്, ഞാൻ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ അണ്ണനാണ്. എല്ലാരും വിളിച്ചു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി. കാറിൽ പോ.